ഗുഡ് ഈവനിങ് ടു ആൾ സ്റ്റുഡൻസ്. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞു ഈ ക്യാരക്ടേഴ്സ് അല്ലേ, അപ്പു, ദുർഗ ആൻഡ് ദെയർ മദർ അല്ലേ. അങ്ങനെ നമ്മൾ പറഞ്ഞു അവരുടെ മദർ എന്ത് ചെയ്തു, മദർ ഇപ്പോൾ വന്നിട്ടുണ്ട് അല്ലേ, മദർ വന്നിട്ടുണ്ട്. എവിടെ നിന്നാണ്? മദർ കാട്ടിൽ നിന്നും എത്തിയിട്ടുണ്ട്. അങ്ങനെ അവസാനം നമ്മൾ പറഞ്ഞു മദർ എന്ത് ചെയ്യാണ്, അമ്മ അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ട് എന്താണ് ക്യൂക്കമ്പർ വെട്ടിക്കൊടുക്കായിരുന്നു അല്ലേ. അപ്പോൾ എന്താണ് അപ്പു പറഞ്ഞത്? മാ ഡു ടേക്ക് സം മോർ ഓഫ് ദാറ്റ് വൈറ്റ് സ്റ്റഫ് ഔട്ട് ഓഫ് ദി ക്യൂക്കമ്പർ, ഇറ്റ് സ്റ്റിക്സ് ഇൻ മൈ മൗത്ത് ഹി സെറ്റ്. അപ്പോൾ അമ്മയോട് അപ്പു പറയുന്നുണ്ട് എന്താണ്, ആ വൈറ്റ് സ്റ്റഫ് എടുത്ത് കളയാൻ അല്ലേ. അതായത് എന്താണ്, ആ ക്യൂക്കമ്പറിൻ്റെ ഉള്ളിലുള്ള വൈറ്റ് സ്റ്റഫ് എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് സ്റ്റിക്സ് ഇൻ മൈ മൗത്ത്, അതെൻ്റെ വായിൽ ഒട്ടിപ്പിടിക്കുന്നു എന്നവൻ പറഞ്ഞു. നോക്കൂ, ഇനി അടുത്ത ഭാഗം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അങ്ങനെ ദുർഗ സ്പ്രെഡ് ഔട്ട് ഹെർ പാൻ ടു ഗെറ്റ് ഹെർ ഷെയർ ആൻഡ് ആസ്ക്ഡ് എ ലിറ്റിൽ ഹെസിറ്റൻ്റ്ലി, ഈസ് ഇൻ ദർ എനി മോർ ഓഫ് ദി റൈസ് ഫ്രൈ മാം? അങ്ങനെ ദുർഗ എന്ത് ചെയ്തു? ദുർഗ സ്പ്രെഡ് ഔട്ട് ഹെർ പാൻ. പാൻ എന്ന് പറഞ്ഞാൽ കൈയാണ് അല്ലേ, ഉള്ളം കൈ. അപ്പോൾ അവളുടെ ഉള്ളം കൈ അവൾ നിവർത്തി, അവളുടെ ഉള്ളം കൈ കാട്ടി നിൽക്കുകയാണ്. എവിടെ? ടു ഗെറ്റ് ഹെർ ഷെയർ അല്ലേ, അവളുടെ പങ്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ആ ക്യൂക്കമ്പറിൽ അവളുടെ പങ്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? അവളുടെ കൈ ഉയർത്തി നിന്നു. ആൻഡ് ആസ്ക്ഡ് എ ലിറ്റിൽ ഹെസിറ്റൻ്റ്ലി, അങ്ങനെ അവൾ മടിയോടുകൂടി ചോദിച്ചു. ഹെസിറ്റൻ്റ് ആയിട്ട് ചോദിക്കുകയാണ് അല്ലേ, ഒരു ആശങ്കയോട്, ഒരു മടിയോടുകൂടി ചോദിക്കുകയാണ്. ഈസ് ഇൻ ദർ എനി മോർ ഓഫ് ദി റൈസ് ഫ്രൈ മാ? ഇനി എന്താണ്, റൈസ് ഫ്രൈ കൂടുതൽ കിട്ടുമോ എന്ന് ചോദിച്ചു അല്ലേ, കൂടുതൽ റൈസ് ഫ്രൈ കിട്ടുമോ എന്ന് ചോദിച്ചു. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അപ്പോൾ അപ്പം മറുപടി പറയണത് അത് സാധ്യമല്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ആൾ ദോസ് സ്റ്റാർട്ട് മാംഗോസ് ഹാവ് സെറ്റ് my teeth on earth, began Appu. He stopped abruptly when he saw Durga frowning and winking at him. അപ്പോൾ അപ്പു എന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, ഈ വൈറ്റ് സ്റ്റഫ് കിട്ടിയിട്ട് കാര്യമില്ല, റൈസ് ഫ്രൈ കിട്ടിയിട്ട് കാര്യമില്ല. കാരണം എന്താണ്? ആൾ ദോസ് സ്റ്റാർട്ട് മാംഗോസ് അല്ലേ, ആ പുളിച്ച മാങ്ങകൾ മുഴുവൻ എന്താണ്, ഹാവ് സെറ്റ് മൈ ടീത്ത് ഓൺ എഡ്ജ്, അതിൻ്റെ പുളി മുഴുവൻ എൻ്റെ പല്ലിൻ്റെ വക്കിലുണ്ട്, അതുകൊണ്ട് ഇനി റൈസ് ഫ്രൈ പോവില്ല എന്ന് പറയണം. ബിഗാൻ അപ്പു തുടർന്നുകൊണ്ട് പറയണം കേട്ടോ. ഹി സ്റ്റോപ്ഡ് അബ്രപ്റ്റ്ലി. അപ്പോൾ അപ്പു ഇത് അറിയാതെ പറഞ്ഞതാണ് മാംഗോൻ്റെ കാര്യം അല്ലേ. അപ്പോൾ ആ പുളിച്ച മാങ്ങൻ്റെ എന്താണ്, ആ പുളിപ്പ് ഇപ്പോഴും എൻ്റെ പല്ലിലുണ്ടെന്ന് അപ്പു അറിയാതെ പറഞ്ഞതാണ്. ഹി സ്റ്റോപ്ഡ് അബ്രപ്റ്റ്ലി, അങ്ങനെ അവൻ പെട്ടെന്ന് നിർത്തി. സ്റ്റോപ്ഡ് അബ്രപ്റ്റ്ലി, അവൻ്റെ സംസാരം നിർത്തി. വെൻ ഹി സോ, അവൻ കണ്ടപ്പോൾ. എന്താ കണ്ടത്? ദുർഗ ഫ്രോണിങ്. അപ്പോൾ ദുർഗ നെറ്റി കോട്ടുന്നുണ്ട് അല്ലേ, പുരികം കോട്ടുന്നുണ്ട്. ദുർഗ കോപത്തോടു കൂടി പുരികം കോട്ടി നിന്നു. ആൻഡ് വിങ്കിങ് അറ്റ് ഹിം, എന്നിട്ട് അവനോട് കണ്ണിറുക്കി പറയല്ലേ എന്ന് പറഞ്ഞിട്ട് അല്ലേ. വേർ ഡിഡ് യു ഗെറ്റ് മാംഗോസ് ഫ്രം? ആസ്ക്ഡ് ഹിസ് മദർ. അപ്പോൾ അമ്മ ചോദിച്ചത് വേർ, എവിടെ നിന്നാണ് അല്ലേ. വേർ ഡിഡ് യു ഗെറ്റ്, എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത്? മാംഗോസ് ഫ്രം അല്ലേ, മാംഗോസ് ഫ്രം, എവിടെ നിന്നാണ് നിങ്ങൾക്ക് മാംഗോ കിട്ടിയത് എന്ന് അമ്മ ചോദിച്ചു. ആസ്ക്ഡ് ഹിസ് മദർ. അപ്പു വാസ് അഫ്രൈഡ് ടു ടെൽ ദി ട്രൂത്ത്. അപ്പോൾ അപ്പുവിന് എന്താണ്, പേടിയായി. എന്തിനെ? സത്യം പറയാൻ അല്ലേ. അപ്പു വാസ് അഫ്രൈഡ് ടു ടെൽ ദി ട്രൂത്ത്. ഹി ലുക്ക്ഡ് ക്വസ്റ്റ്യനിങ്ലി അറ്റ് ഹിസ് സിസ്റ്റർ, വണ്ടറിങ് വാട്ട് റിപ്ലൈ. അപ്പോൾ ഇത് സംഭവിച്ചത്, അപ്പുവിന് പേടിയായി. അമ്മ ചോദിച്ചു എവിടെ നിന്നാണ് മാംഗോ കിട്ടിയിട്ടുള്ളത് എന്ന് അമ്മ ചോദിച്ചു അല്ലേ. അപ്പോൾ അപ്പു മറുപടി പറയുന്നില്ല. ഹി ലുക്ക്ഡ് പറഞ്ഞാൽ നോക്കിയില്ലേ, എന്താണ്, ക്വസ്റ്റ്യനിങ്ലി, സംശയത്തോട് കൂടിയിട്ട്. എന്ത്? അറ്റ് ഹിസ് സിസ്റ്റർ, അവൻ്റെ സഹോദരിയെ നോക്കി. വണ്ടറിങ് വാട്ട് റിപ്ലൈ, എന്ത് പറയണമെന്ന് മറുപടി പറയാൻ കഴിയാതെ. വാട്ട് ടു റിപ്ലൈ അല്ലേ, എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ എന്ത് ചെയ്തു അവൻ? എന്താണ് പറയുക, സ്തംഭിച്ചു നിന്നു അല്ലേ. വണ്ടറിങ്. സർപോജിയ ടേൺ ടു ഹെർ ഡോട്ടർ ആൻഡ് ഡിമാൻഡഡ്, സോ യു ഹാഡ് ഗോൺ ഔട്ട് അഗെയിൻ. സർപോജിയ അപ്പം എന്ത് ചെയ്തു? അവളുടെ മകളിലേക്ക്, അതായത് ദുർഗയിലേക്ക് തിരിഞ്ഞു. എന്നിട്ട് പറയണത്, അവളോട് ചോദിച്ചു അല്ലേ, അവളോട് ഡിമാൻഡ് ചെയ്യണം, ആവശ്യപ്പെടാണ്. എന്ത്? സോ യു ഹാഡ് ഗോൺ ഔട്ട് അഗെയിൻ, നീ ഇവിടെ നിന്ന് പുറത്തു പോയില്ലേ. സോ യു ഹാഡ് ഗോൺ ഔട്ട് അഗെയിൻ. ഹാഡ് എന്നുള്ളത് ചുരുക്കാണ് കേട്ടോ അവിടെ കൊടുത്തിട്ടുള്ളത്, കോമയിൽ. ഓക്കെ, അങ്ങനെ അപ്പോൾ ആ ചോദ്യം കേട്ടപ്പോൾ ദുർഗ പെയിൽഡ്. ദുർഗ എന്തായി? ദുർഗ പെയിൽഡ് ആയില്ലേ. ദുർഗ ആകപ്പാട് വിളറിപ്പോയി. ആസ്ക് ഹിം, ഐ വാസ് ജസ്റ്റ് ദർ ബൈ ജാക്ക് ഫ്രൂട്ട് ട്രീ ആൻഡ് ദെൻ ജസ്റ്റ് ആസ് യു കോൾഡ്. അങ്ങനെ ദുർഗം പറയാണ്, മറുപടി പറയാണ്, നിങ്ങൾക്ക് എവിടെ നിന്നാണ് മാങ്ങ കിട്ടിയത്? നീ വീണ്ടും പുറത്തു പോയില്ലേ എന്ന് അമ്മ ദേഷ്യത്തോടു കൂടി ചോദിച്ചു.
അപ്പോൾ ദുർഗ മറുപടി പറയണത് ആസ്ക് ഹിം, അവനോട് തന്നെ ചോദിച്ചു നോക്കും. ഐ വാസ് ജസ്റ്റ് ദെയർ ബൈ ജാക്ക് ഫ്രൂട്ട് ട്രീ, ഞാൻ ആ ജാക്ക് ഫ്രൂട്ട് ട്രീയുടെ അല്ലെ ആ പ്ലാവിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ആൻഡ് ദെൻ ജസ്റ്റ് ആസ് യു കോൾഡ്, നിങ്ങൾ വിളിച്ചപ്പോൾ എന്ന് പറഞ്ഞവിടെ നിർത്തി. എന്നിട്ടത് സംഭവിച്ചത് ഫോർച്ചുനേറ്റ്ലി ദി കോൺവെർസേഷൻ വാട്ട് കട്ട് ഷോർട്ട് ബൈ ദി എൻട്രി ഓഫ് ദി മിൽക്ക് വുമൺ ഷോണോ. ഷീ ഹാഡ് കം ടു മിൽക്ക് ദെയർ കൗ. ഗോ ക്യാച്ച് ദി കൗഫ് സെഡ് സർബോജിയ ടു ഹെർ ഡോട്ടർ. അപ്പോൾ എന്താ സംഭവിച്ചത്? മഹാഭാഗ്യത്തിന് അല്ലേ, ഫോർച്ചുനേറ്റ്ലി എന്താണ് ആ സംഭാഷണം, അമ്മയും മക്കളും തമ്മിലുള്ള സംഭാഷണം വാസ് കട്ട് ഷോർട്ട്, അത് മുറിഞ്ഞു പോയി. എങ്ങനെ? ബൈ ദി എൻട്രി ഓഫ് ദി മിൽക്ക് വുമൺ ഷോണോ. ഷോണോ എന്ന് പറയുന്ന പാല് കറക്കുന്ന സ്ത്രീയുണ്ട്, പാല് കളക്ട് ചെയ്തെന്ന് കൊണ്ടുപോകുന്ന സ്ത്രീയുണ്ട്. ആ സ്ത്രീ വന്നതുകൊണ്ട് എന്ത് ചെയ്തു? ഭാഗ്യത്തിന് ആ സംഭാഷണം അവിടെ മുറിഞ്ഞു പോയി. ഷീ ഹാഡ് കം ടു മിൽക്ക് ദെയർ കൗ. അവൾ എന്തിനാണ് വന്നത്? ഷോണോ വന്നത് അവരുടെ പശുവിനെ കറക്കാനാണ് അല്ലേ, കൗവിനെ മിൽക്ക് ചെയ്യാൻ, കറക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഗോ ക്യാച്ച് ദി കാഫ്. അപ്പോൾ സർബോജിയ പറയണത് സെഡ് സർബോജിയ ടു ഹെർ ഡോട്ടർ, തൻ്റെ മകളോട് പറയണത് ആ പശുക്കിടാവിനെ പോയി പിടി എന്ന് പറഞ്ഞു. ഇനി എന്താ സംഭവിക്കുന്നത്? അപ്പു ഫോളോഡ് ഹിസ് സിസ്റ്റർ ഔട്ട് ടു വാച്ച് ദി കൗ ബീങ് മിൽക്ക്ഡ്. ആസ് സൂൺ ആസ് ഹി സ്റ്റെപ്ഡ് ഇൻ ടു ദി ഔട്ടർ കോർട്ട്യാർഡ്, ദുർഗ ലാൻഡഡ് ഹിം എ സ്മാർട്ട് ബ്ലോ ഓൺ ഹിസ് ബാക്ക്. യു റച്ച് മങ്കി. She made faces at him and mimicked him. All those tart mangoes have set my teeth on edge. Dumbo, no brains at all. അങ്ങനെ അപ്പോൾ പാല് കറക്കാൻ പോകുന്നത് കാണാൻ വേണ്ടിയിട്ടില്ലേ, അപ്പു ഫോളോഡ്, അപ്പു പിന്തുടർന്നു ആരെ? ഹി സിസ്റ്റർ, അവൻ്റെ സഹോദരിയെ പിന്തുടരാൻ. എന്തിനെ? ഔട്ട് ടു വാച്ച് ദി കൗ ബീയിങ് മിൽക്ക്ഡ്, പാല് കറക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് അപ്പും കൂടി പുറത്തു പോയി അല്ലേ, അപ്പും കൂടി ആലയിലേക്ക് പോവാണ്. ആസ് സൂൺ ആസ് ഹി സ്റ്റെപ്ഡ് ഇൻ ടു ദി ഔട്ടർ കോർട്ട്യാർഡ്, അങ്ങനെ അവനെ ആ പുറത്ത് മുറ്റത്തേക്ക് കാലെടുത്ത് വെച്ചപ്പോഴേക്കും എന്താ സംഭവിച്ചത്? ദുർഗ ലാൻഡഡ് ഹിം എ സ്മാർട്ട് ബ്ലോ ഓൺ ഹിസ് ബാക്ക്. ദുർഗ അവൻ്റെ ബാക്കിൽ, അവൻ്റെ പുറത്ത് പോയിട്ട് ഒരു ഒറ്റ അടിയാണ് കൊടുത്തു. എന്നിട്ട് പറയണ യു റച്ച് മങ്കി, നീ വൃത്തികെട്ട കുരങ്ങ എന്ന് വിളിച്ചു. ഷീ മെയ്ഡ് ഫേസസ് അറ്റ് ഹിം ആൻഡ് മിമിക്ഡ് ഹിം. അങ്ങനെ എന്താ സംഭവിച്ചത്? അവൾ എന്ത് ചെയ്തു? അവനെ ഇമിറ്റേറ്റ് ചെയ്യാണ് അല്ലേ, മിമിക്ഡ് ഹിം, അവനെ അനുകരിക്കുകയാണ്. ഷീ മെയ്ഡ് ഫേസസ് അറ്റ് ഹിം ആൻഡ് മിമിക്ഡ് ഹിം. എന്നിട്ട് എന്താ പറയുന്നത്? ആൾ ദോസ് ടാർട്ട് മാംഗോസ് ഹാവ് സെറ്റ് മൈ ടീത്ത് ഓൺ ഏർജ് എന്ന് പറഞ്ഞിട്ട് അവനെ കളിയാക്കുക. അതായത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ അതേപോലെ അവനെ അനുകരിക്കുകയാണ് ചെയ്യുന്നത്. അവൻ നേരത്തെ പറഞ്ഞ കാര്യം, അതായത് അവൻ്റെ വായിൽ നിന്ന് അറിയാതെ വന്നു പോയ കാര്യം അവളെന്താണ് അവളൊന്ന് അതേപോലെ പറഞ്ഞ് അവനെ അനുകരിച്ചിട്ട് എന്താണ് ആൾ ദോസ് ടോട്ട് മാംഗോസ് ഹാവ് സെറ്റ് മൈ ടീത്ത് ഓൺ എഡ്ജ് എന്ന് പറഞ്ഞ് അവനെ കളിയാക്കുകയാണ്. എന്നിട്ട് അവൾ എന്ത് ചെയ്തു? നോ ബ്രെയിൻ അറ്റ് ആൾ അല്ലേ, ഡംബോ ഒരു പ്രയോഗമാണ് അല്ലേ, ഡംബോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? നോ ബ്രെയിൻ അറ്റ് ആൾ, തീരെ തലച്ചോറില്ല അല്ലേ, അവൻ്റെ വായിൽ നിന്ന് അറിയാതെ വന്നു പോയതാണ്. അപ്പോൾ അതിനെന്ത് ചെയ്തു? അവൾ ഒറ്റ അടി കൊടുത്തിട്ട് അവനെ കളിയാക്കി. ഇനി നീ അങ്ങനെ പറയുമെന്ന് വെച്ചിട്ടല്ലേ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തിൽ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ ഭാഗത്തിലെ ചില ഡിഫിക്കൽട്ട് വേർഡ്സിൻ്റെ മീനിങ്സ് കൂടി പരിചയപ്പെടാം. ഇതിൽ ചില ആക്ടിവിറ്റീസ് നമുക്ക് നോക്കാം. നോക്കൂ, ഇവിടെ ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. യു ഹാവ് റീഡ് ദ സ്റ്റോറി മേക്കിംഗ് എ മാംഗോ പിക്കിൾ ഹാവ് ഇൻ യു. ഗിവൺ ബിലോ ആർ സം ഡയലോഗ്സ് ഫ്രം ദി സ്റ്റോറി. ഐഡൻറ്റിഫൈ സ്പീക്കർ. ഇവിടെ വളരെ സിമ്പിളാണ്. ഈ സ്റ്റോറി പഠിച്ച ആൾക്കാർക്ക് അറിയാം. ഇവിടെ ഓരോരുത്തർ പറഞ്ഞ ഡയലോഗ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഡയലോഗ്സ് ആരാണ് പറഞ്ഞതെന്നാണ് നിങ്ങൾ ഈ കോളത്തിൽ എഴുതേണ്ടത്. ഓക്കെ, സ്പീക്കർ എന്നുള്ള കോളത്തിൽ നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ എഴുതിയിട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ അടുത്തതായിട്ട് ഇവിടെ റീഡ് ദി സ്റ്റോറി എഗെയിൻ എന്ന് പറയുന്നുണ്ട് അല്ലേ, വീണ്ടും സ്റ്റോറി വായിച്ചിട്ട് എന്ത് ചെയ്യണം? റൈറ്റ് ഡൗൺ വിച്ച് ഡയലോഗ് ഫിറ്റ്സ് ദി എക്സ്പ്രഷൻ ഗിവൺ. ഈ ഇവിടെ കൊടുത്ത എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ, ഇവിടെ നമ്മളെ ഓരോ എക്സ്പ്രഷൻസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഒരാളുടെ മുഖത്ത് വിന്നി പറയുന്ന ഭാവങ്ങൾ അല്ലേ, ഒരാളുടെ വികാരങ്ങൾ. അതിലൊന്നാണ് ആങ്സൈറ്റി എന്ന് പറയുന്നത്, അതായത് ഉത്കണ്ഠ അല്ലേ, പേടി, ഉത്കണ്ഠ എന്ന് പറയും. എന്താവും എന്നുള്ള, ഭാവിയിൽ എന്താവും എന്നുള്ള ഒരു ഉത്കണ്ഠക്കാണ് എന്ത് പറയുക, ആങ്സൈറ്റി എന്ന് പറയാം. അപ്പോൾ ആങ്സൈറ്റിക്ക് ഉദാഹരണം കൊടുത്ത് നോക്കൂ. വേർ ഡിഡ് യു ഗെറ്റ് ദം ഫ്രം? ഡിഡി. ഇത് നിനക്ക് എവിടുന്നാണ് കിട്ടിയത്? ദീദി എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. അതെന്താണ്? ആങ്സൈറ്റിയോട് കൂടിയാണ് ചോദിക്കുന്നത്. അപ്പോൾ അതേപോലെ ഹാപ്പിനെസ്, സന്തോഷത്തോടു കൂടി പറയുന്ന ഡയലോഗ്സ് എന്ത് ചെയ്യണം? നിങ്ങൾ ഈ കോളത്തിൽ എഴുതണം. ഇതൊക്കെ നിങ്ങൾ നോട്ട് പുസ്തകത്തിലാണ് ചെയ്യേണ്ടത് കേട്ടോ. അതുപോലെ ഫിയർ അല്ലേ, ഭയത്തോടു കൂടി ചില പറയുന്നുണ്ടല്ലോ ഡയലോഗ്സ്. ആരാണ്? അപ്പു പറയുന്നുണ്ട് അല്ലേ. അതുപോലെ ദേഷ്യത്തോടു കൂടി ദുർഗ പറയുന്നുണ്ട്. ഈ ഡയലോഗ്സൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ എഴുതുക. ഓക്കെ, ഈ കോളത്തിൽ എഴുതുക. സാഡ്നെസ്, ദുഃഖത്തോടു കൂടി പറയുന്നതിന് ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്.
ഓക്കെ, അപ്പോൾ ആ 2 ആക്ടിവിറ്റിയും ചെയ്യുക കേട്ടോ. അതോടുകൂടി നമ്മുടെ ക്ലാസ് അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും നന്ദി.